ഡാറ്റ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായ ഒരു നോളേജ്, സബ്ജക്ട് നോളേജും അതുപോലെ തന്നെ അനലിറ്റിക്കൽ എബിലിറ്റിയും കോമൺ സെൻസും റിസർച്ചർക്ക് അത്യാവശ്യമാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. സെക്സ് കോഡ് ചെയ്യുന്ന സമയത്ത് 1 എന്നുള്ള കോഡ് മെയിലിനും 2 എന്നുള്ള കോഡ് ഫീമെയിലിനും കൊടുത്തു. അതായത് SPSS ഇനി നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് മെയിൽ വരുന്നിടത്തൊക്കെ 1ഉം ഫീമെയിൽ വരുന്നിടത്തൊക്കെ 2ഉം ആണ്. നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, 2 ആളുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ആണും മറ്റൊന്ന് പെണ്ണും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 എന്ന് ടൈപ്പ് ചെയ്യും മെയിൽ വരുമ്പോൾ, ഫീമെയിൽ വരുമ്പോൾ 2. 2 ആൾ കഴിഞ്ഞല്ലോ. ഇപ്പം നമ്മൾ സോഫ്റ്റ്വെയറിനോട് ഇവിടെ അരിത്തമെറ്റിക് മീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയാം. സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നു? മെയിലിന് കൊടുത്ത വാല്യൂ 1 ആണല്ലോ, ഫീമെയിലിന് കൊടുത്ത വാല്യൂ 2 ആണല്ലോ. എന്നിട്ട് 1ഉം 2ഉം ആഡ് ചെയ്യും. അപ്പൊ എത്ര കിട്ടും? 3. ക്ലിയർ ആണ്. ഈ 3 കിട്ടിയതിന് സോഫ്റ്റ്വെയർ ആവറേജ് കാണും. എത്ര പേര് ഡാറ്റ കളക്ട് ചെയ്ത്? 2. അപ്പോൾ 3/2. അപ്പൊ എത്ര വരും? 1.5. ആവറേജ് സെക്സ് 1.5. ആ 1.5 എന്ന് പറഞ്ഞാൽ ഇത് മെയിലാണോ ഫീമെയിൽ ആണോ? പ്രശ്നം മനസ്സിലായോ? 1 മെയിൽ 2 ഫീമെയിൽ, 1.5 എന്താ? ഇവിടെ റിസർച്ചറിന്റെ ലോജിക്കും നോളേജും വേണം ഈ ഡാറ്റ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത്. കാരണം അവിടെ ആ ഒരു ടൂൾ ഉപയോഗിക്കാനേ പാടില്ല. ഉപയോഗിച്ചു കഴിഞ്ഞാൽ 1 പോയിന്റ് നമുക്ക് അത് അനാലിസിസ് കൊണ്ട് വലിയ ഉപകാരമില്ലാതെ പോകും. അത്തരത്തിലുള്ള ഒരു കോമൺ സെൻസ് കൂടെ റിസർച്ചർ എന്ത് ചെയ്യണം? റിസർച്ച് ചെയ്യുന്ന സമയത്ത് അഡോപ്റ്റ് ചെയ്യൽ നിർബന്ധമാണ്.